നമ്മുടെ ആത്മീയമായ എല്ലാ കാര്യങ്ങളും ദിക്റും ദുആവും പരിപാടികളും ഒക്കെ ഇന്ന് ആഗ്രഹ സഫലീകരണത്തിനുള്ളതാണ്, ദുനിയാവ് നേടാനുള്ളതാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് തരം താണുപോയി നമ്മുടെയൊക്കെ ആത്മീയ ചിന്തകളും വിചാരങ്ങളും. പരമാവധി പിടിച്ചു നിൽക്കുക, നമ്മുടെ ലക്ഷ്യം മുഴുവൻ അള്ളാഹുവിനെ പ്രാപിക്കുക, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബത്തിൽ ലയിച്ചു ചേരുക. എന്നാൽ കുടുങ്ങിയാൽ അവസാന ഘട്ടത്തിൽ ഭൗതികമായ കാര്യങ്ങളും പറയേണ്ടവർക്ക് പറയാം, പറഞ്ഞിട്ടുണ്ട്, ലഭിച്ചിട്ടുമുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലുണ്ടല്ലോ, ഇന്നമൽ മുഅ്തി ഹുവല്ലാഹ് വ അനൽ ഖാസിം. സഹീഹുൽ ബുഖാരിയിലുള്ള ഈ ഹദീസ് ബുദ്ധിപരമായും ആത്മീയമായും പഠിക്കണം. ശരിക്കും ദാതാവ് അള്ളാഹുവാണ്, എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ്. ബിയദിക്കൽ ഖൈർ. ഒരു നബിക്കോ ഒരു വലിയനോ ഒരു മലക്കിനോ ഒന്നും ഉടമയാക്കാൻ കഴിയില്ല. അൽ മുഅ്തി ഹുവല്ലാഹ്. നൽകുന്നവൻ, സമ്മാനിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. എന്നാലോ വ അനൽ ഖാസിമു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനാണ് വിഹിതം വെക്കുന്നവൻ, ഓഹരി വെച്ച് കൊടുക്കുന്നവൻ ഞാനാണ്. ദുനിയാവട്ടെ, ആത്മീയ ഉയർച്ചയാവട്ടെ, വിലായത്താകട്ടെ, ഇതൊക്കെ ഓരോ വലിയനും ഓരോ മുഅ്മിനും ഏത് അളവിൽ കൊടുക്കണം എന്നത് അല്ലാഹു തആല എനിക്ക് അനുവാദം തരുന്നത് പ്രകാരം വ അനൽ ഖാസിമു, ഞാനാണ് വിഹിതം വെക്കുന്നവൻ. വജദീ റസൂലുള്ളാഹി ഫിൽ അസ്ലി റബ്ബാനി എന്ന് മഹാന്മാരൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. തർബിയത്ത് മുഴുവൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹുവിൽ നിന്ന് ലഭിക്കുകയാണ്.